സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പട്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബന്ധു എന്ന് പറയുന്നത് പട്ടി തന്നെയാണ്. ജപ്പാനിൽ ഒരു കഥയുണ്ട്. ഒരു വ്യക്തി യുടെ ഒരു നായ ഉണ്ടായിരുന്നു. ഈ വ്യക്തി ഡെയിലി ഓഫീസിൽ പോകുന്ന സമയത്ത് ഈ നായ ആ വ്യക്തിയോട് കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകും. രാവിലെ അദ്ദേഹം പോവും, വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് ഈ നായ അവിടെ കാത്തിരിക്കും 5 മണിക്ക്. എന്നിട്ട് രണ്ടുപേരും കൂടി വീട്ടിൽ വരും. ഇത് ഡെയിലിയുള്ള സംഭവമാണ്. ഒരു ദിവസം ഈ വ്യക്തി ജോലിക്ക് പോയതിന് ശേഷം അവിടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഈ വ്യക്തി മരിക്കുന്നു. ഈ നായി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ നായി ഡെയിലി 5 മണിക്ക് കറക്റ്റായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് തൊട്ട് ഏകദേശം ഒരു 10 വർഷക്കാലം തുടർച്ചയായിട്ട് 1-2 ദിവസങ്ങളോ മാസങ്ങളല്ല, 10 വർഷക്കാലത്തോളം തുടർച്ചയായിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു ഈ ആൾക്ക് വേണ്ടിയിട്ട്. ആ നായിൻ്റെ പ്രതിമ ജപ്പാനിലെല്ലാം വളരെ ഫേമസ് ആണ്. ഈ നായിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാരണം അത്രയധികം മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു മിത്രമാണ് ഈ നായി എന്ന് പറയുന്നത്. ജീവിതത്തിൽ സ്നേഹം മാത്രം നമുക്ക് തരാൻ കഴിവുള്ള ഒരേ ഒരു ജന്തു, അതേപോലെ തന്നെ വിശ്വാസം, ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്ന് പറയുന്ന ആ വിശ്വാസമുള്ള ഒരേ ഒരു ജന്തു ഈ നായ മാത്രമാണ്. അതുകൂടാതെ ഈ നായനെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഒരുപാട് വാർദ്ധക്യമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോടും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് ഒരു മനുഷ്യന് ഏറ്റവും ഒരു സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു സംഗതിയാണ് ഈ നായ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വളരെ അടുത്തുള്ളൊരു സംഗതിയാണ്. അതുകൂടാതെ ഒരു മനുഷ്യൻ്റെ വിചാരങ്ങളെ പൂർണ്ണമായിട്ടും റീഡ് ചെയ്യാനും അതിനെപ്പറ്റി ഒരു ESP സെൻസ് ഈ നായക്കുണ്ട്. എനിക്ക് ഏകദേശം ഒരു 10-30 വർഷത്തെ നായ വളർത്തലിൻ്റെ പരിചയമുണ്ട്. അതിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കണം. കാരണം നായയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, ഇന്ന് എല്ലാവർക്കും കണ്ണുണ്ട്, കാതുണ്ട്. പക്ഷേ ആർക്കും ഈ കണ്ണും കാതും തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. നായയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നായയെ വളർത്തുകയും എന്നിട്ട് ഈ നായി 24 മണിക്കൂർ കൂട്ടിലിട്ട് വളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടുത്തെ എല്ലാവരും കാണും. നിങ്ങളൊന്ന് ആലോചിക്കുക സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് 3 നേരം നല്ല ഭക്ഷണം തരുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളെല്ലാം തരുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഒരു ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണ്ട സമയത്ത് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വേണ്ട സമയത്ത് ലാട്രിനിൽ പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വേണ്ട സമയത്ത് കുളിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വേണ്ട സമയത്ത് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല. ഒന്നും പറ്റാതെ ഒരു റൂമിൽ, ചെറിയ റൂമിൽ നിങ്ങളെ അടച്ചിടുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിനൊരു ചങ്ങലക്കിട്ട് നിങ്ങളൊന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിക്കും സുഹൃത്തുക്കളെ. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇവിടെ ചങ്ങലക്കിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ ചങ്ങലക്കിട്ട് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇന്ന് എത്ര നായ്ക്കളെയാണ് നമ്മൾ ചങ്ങലക്കിട്ട് വളർത്തുന്നത്. തീർച്ചയായിട്ടും നായ്ക്കളെ ബന്ധിക്കണം, ചങ്ങല കൊണ്ടല്ല, സ്നേഹം കൊണ്ട് ബന്ധിച്ച് നമ്മൾ ഏതൊരു നായയെ വീട്ടിൽ വളർത്തുന്നു, ആ വീട്ടിൽ നായ പുറത്തു പോകില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിന് ചങ്ങല വേണ്ട. ചങ്ങലയില്ലാതെ തന്നെ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും. കാരണം അത്രയും ഡിസിപ്ലിനും അത്രയും ലോയലായിട്ടുള്ളൊരു സംഗതിയാണ് നായ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ കുട്ടികളോ പോലും ഇതിൻ്റെ 100-1 അംശം പോലും വിശ്വാസത അല്ലെങ്കിൽ സ്നേഹം കാണിച്ചു എന്നില്ല. അവരെല്ലാം ചിലപ്പോൾ അവസരവാദികളായിട്ട് മാറിയെന്ന് ആയിരിക്കാം. കിട്ടുന്ന സമയത്ത് സ്നേഹവും കിട്ടാതിരിക്കുന്ന സമയത്ത് വെറുപ്പും കാണിക്കുന്ന ആൾക്കാർ, അതിനേക്കാളും എത്രയോ മടങ്ങ് ഒരു സംഗതിയാണ് ഈ നായി. അപ്പോൾ ഈ നായയെ വളർത്തുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ കണ്ണ് തുറന്നിട്ടുണ്ടോ, നമ്മുടെ കാത് തുറന്നിട്ടുണ്ടോ നമ്മളൊന്ന് ആലോചിക്കുക. കാരണം മിക്കയിടത്തും കണ്ണും കാതും തുറക്കാത്ത ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം നായയെ രാവിലെ പൂട്ടിയിട്ടു, ചങ്ങലക്കിട്ട് വെച്ചു. ഇവർക്ക് ആലോചിക്കാനുള്ള കഴിവില്ല, ഇവർക്കത് കാണാനുള്ള ആ കണ്ണില്ല. ഇവർ വിചാരിക്കുന്നതിന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് ഒരിക്കലും കടിക്കില്ല. നമ്മൾ വെളിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഈ നായ്ക്കൾ, വെളിയിൽ കിടക്കുന്ന നായ്ക്കൾ ഒരിക്കലും കടിക്കാറില്ല. തെരുവ് നായ്ക്കളെന്ന് പറഞ്ഞാൽ കടിക്കുകയാണെങ്കിൽ അതിനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കടിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ പോകുന്നത് ഞാൻ ഒരു തെരുവ് നായ്ക്കളും ആരെയും കടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം 10-30 വർഷമായിട്ട് ഈ നായ വളർത്തുന്ന അനുഭവമുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഏതെങ്കിലും നായനെ കെട്ടിയിടുന്ന സമയത്താണ് അത് അപകടകാരിയാകുന്നത്. അത് ചിലപ്പോൾ എല്ലാവരെയും കടിച്ചു എന്നാൽ ചിലപ്പോൾ വളർത്തുന്ന ആളെന്ന് തന്നെ കടിക്കുന്ന ഒരു അനുഭവം. കാരണം അക്രമാസക്തനായിട്ട് തീരും. എന്നാൽ നമ്മൾ തുറന്നു വിടുകയാണെങ്കിൽ അത് ഒരിക്കലും കടിക്കില്ല. അത് കാരണം അത് പീസ്ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിക്കുക സുഹൃത്തുക്കളെ, ഇത് ചെയ്യുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ചങ്ങലക്കിടുക, കൂട്ടിലിടുക, അതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കണ്ണില്ല, ആ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക. നമ്മൾ അതിനോട് ചെയ്യുന്നത് വരെ നമ്മളെ തന്നെ സങ്കല്പിക്കുക, നമ്മൾ ആ പട്ടിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ആലോചിക്കുക. കാരണം എന്താണെന്ന് പറയുമ്പോൾ പട്ടികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വയം ഡോക്ടർ അതാണ്. അതിന് ചില സമയത്ത് സൂര്യപ്രകാശം കൊള്ളണം,
ചില സമയത്ത് തണുപ്പത്ത് കിടക്കണം, ചില സമയത്ത് ഇത്തിരി വെറ്റായിട്ടുള്ള സ്ഥലത്ത് കിടക്കണം, ചില സമയത്ത് ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് കിടക്കണം, ചില സമയത്ത് അതിൻ്റെ വയറ്റിലെ പ്രശ്നങ്ങളുണ്ടാവും, അപ്പോൾ അതിന് ചില പുല്ല് തിന്നണം, ചില സമയത്ത് കുറച്ച് എക്സസൈസ് ചെയ്യണം, ഓടണം, ആൾക്കാരുടെ അടുത്ത് വരണം, ആൾക്കാരുടെ തലോടലൊക്കെ കൊള്ളണം, ആൾക്കാരുടെ കുറേ ചിരിപ്പിക്കണം, കളിപ്പിക്കണം, ആൾക്കാർക്ക് സെക്യൂരിറ്റി കൊടുക്കണം, അവരുടെ പിന്നാലെ ഇങ്ങനെ പോകണം. ഇതൊക്കെയാണ് നായയുടെ സ്വാഭാവികമായിട്ടുള്ള ഡ്യൂട്ടികൾ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്താണ് ഒരു നായ ഒരു ഹെൽത്തി ആയിട്ടുള്ള, അതായത് ഫിസിക്കലി മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ളൊരു നായായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ആ നായ്ക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നം വരും. അതായത് കിട്ടിയിട്ട് വളർത്തുന്ന നായി ഒരു സൈക്കോളജിക്കൽ പേഷ്യൻ്റായിട്ട് മാറും. ഈ നായാണ് കിട്ടിയവരിനെല്ലാം കടിക്കാൻ പോകുന്നതും ചിലപ്പോൾ വളർത്തുന്ന ആൾക്കാരിനെ തന്നെ കടിക്കുന്നു. കാരണം അത്രയധികം ആങ്കർ അതിൻ്റെ ഉള്ളിലുണ്ട്, അത്രയധികം ദേഷ്യം അതിൻ്റെ ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കരയുന്നുണ്ട്, അതിൻ്റെ ഭാഷ നമ്മൾ അറിയുന്നില്ല, അത് ഏത് ഭാഷയിലാണ് പറയുന്നത് നമ്മൾക്കറിയില്ല. കാരണം നമ്മുടെ കണ്ണും എല്ലാം അടഞ്ഞിരിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണൊന്ന് തുറക്കുക. നിങ്ങൾ ഒരു പട്ടിയെ വളർത്തുന്നതാണെങ്കിൽ ഈ കെട്ടിയിടുന്നത് ശരിയാണോ എന്ന് സ്വയം ആലോചിച്ച് നോക്കുക, കൂട്ടിലിടുന്നത് ശരിയാണോ എന്ന് സ്വയം ആലോചിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു വീട്ടിലിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു 10 മിനിറ്റ് നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റ് പോകുന്നതെന്ന് പറഞ്ഞ് ശരിയല്ല. കാരണം ഓരോരുത്തർ ചായ കുടിച്ചിട്ട് അരമണിക്കൂറും ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ എടുക്കും. നമ്മൾ 5 മിനിറ്റ് ഈ നായിനെ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റ് പോകണം, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മെഷീനൊന്നുമല്ല, അത് ചിലപ്പോൾ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസിപ്ലിൻസ്. അപ്പോൾ കെട്ടിയിടുന്ന നായി മിക്കവാറും അൺഹെൽത്തിയാണ്. ഇനി അടുത്തൊരു കാര്യം, ഇത് വളരെ വളരെ പ്രധാനം, ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച ശേഷമാണ് ഈ കാര്യം എനിക്ക് മനസ്സിലായത്. ഞാൻ ഹരിദ്വാർ ഋഷികേശ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഞാൻ കുറേ നായ്ക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ വളർത്തുന്ന നായാണ്. പല നായ്ക്കൾക്കും ട്യൂമർ വന്നിട്ടുണ്ട്, വലിയ വലിയ ട്യൂമർ ഇവിടെയൊക്കെ. എന്നിട്ട് അവർ അതിനെ കൊണ്ട് നായിൻ്റെ ആ സ്നേഹത്തോട് കൂടിയിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുവന്നു, തുന്നിക്കെട്ടുന്നു, കൊണ്ടുവരുന്നു, നായനെയൊക്കെ കടിച്ചു പറിക്കുന്നു, 2 മാസം കൊണ്ട് നായി ചാവുന്നു. ചില നായ്ക്കൾ ഈ ട്യൂമറിൻ്റെ വേദന തിന്നിട്ട് സഹിക്കുന്നു. ഞാൻ ഇവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്താ ഇതിന് ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞ്. ഞാൻ ഒരു കാര്യം കോമൺ ആയിട്ട് എല്ലാവരും കണ്ടു, എല്ലാം നായ്ക്കുള്ള പ്രോസസ്സഡ് ഫുഡ്, അതായത് നായയുടെ പേരിൽ വരുന്ന സാധനങ്ങളായിരുന്നു ഈ നായ്ക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളെ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദാൽ ചാവൽ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പ് ഇങ്ങനെ മാത്രം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് യാതൊരു പ്രശ്നം വരില്ല. പക്ഷേ നിങ്ങൾ നാളെ തൊട്ടിട്ട് പ്രോസസ്ഡ് ഫുഡ്, അതായത് കുറേ ബിസ്ക്കറ്റ്, ബ്രെഡ്, ഇങ്ങനത്തുള്ള ബ്രെഡ് മാത്രം നിങ്ങളൊരു 4 ദിവസം കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ടോയ്ലറ്റിൽ പോയില്ല. കാരണം മലബന്ധമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരാത്ത അസുഖങ്ങളൊന്നുമില്ല. കാരണം മറ്റേ മൈദ എന്ന് പറയുന്ന സാധനം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രോസസ്ഡ് ഫുഡിൽ സാധനങ്ങളെല്ലാം നല്ലതായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ, പക്ഷേ അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ് ചേർക്കണം. പ്രിസർവേറ്റീവ് ചേർക്കാത്ത ഒരു പാക്കഡ് ഫുഡ് നമ്മൾ കാണില്ല. അപ്പോൾ അതിൽ ഇറച്ചിയുണ്ട്, മീനുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്, ഇതിനെല്ലാം വേണ്ട സാധനങ്ങളാണ്. പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഒരു സമ്പൂർണ്ണ ആഹാരമാണെന്ന് പറയുന്നു. പക്ഷേ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നു. പ്രിസർവേറ്റീവ് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിഷമാണ്. കാരണം 2 തരത്തിലുള്ള വിഷമുണ്ട്. പെട്ടെന്ന് കൊല്ലുന്നതും വളരെ സ്ലോ ആയിട്ട് കൊള്ളുന്നു. പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് കൊള്ളുന്ന ഒരു വിഷമാണ്. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അതിൽ ചേർത്തേ പറ്റൂ. എന്തിനാണ് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ വിഷം ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഫുഡ് ഉള്ളിൽ, പ്രോസസ്ഡ് ഫുഡ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നായ്ക്ക് പിന്നെ ട്യൂമർ വന്നിട്ടേ മതിയാവുള്ളൂ. കാരണം ഞാൻ കണ്ടിടത്തോളം, ഞാൻ എല്ലാ നായ്ക്കളും അങ്ങനെ വരുന്നു എന്നല്ല പറയുന്നത്, ഞാൻ ഈ കണ്ട ഈ സംഗതികളെല്ലാം ഇത് വന്നു, ഇതൊരു സസ്പെക്റ്റാണ്, അതായത് എനിക്കൊരു സംശയം ഇങ്ങനെയുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എന്താണെന്ന് പറയുമ്പോൾ, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇഷ്ടംപോലെ നായിനെ വളർത്തിയിട്ടുണ്ട്, വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ ഇവിടെ നിന്ന് ചോറും അതേപോലെ തന്നെ നായ ചിലപ്പോൾ വെളിയിൽ പോയിട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ തിന്നും. ഒരു നായ്ക്കും ട്യൂമർ എന്ന് പറഞ്ഞ സാധനം നേരെ കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഈ ആധുനിക രീതിയിൽ വളർത്തുന്ന എല്ലാ നായ്ക്കൾക്കും ഞാൻ ട്യൂമർ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ആധുനിക രീതിയിൽ വളർത്തുന്ന എല്ലാ നായ്ക്കളുടെയും പല്ല് പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. പല്ല് മുഴുവൻ പോയിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് പാലാ കൊടുക്കുന്നത്. ഈ പാല് കൊടുക്കുന്ന, ഇതിൽ പഞ്ചസാരയും ബാക്കിയുള്ളൊക്കെ പാല് കൊടുക്കുന്ന സാധനത്തിൻ്റെ ഒന്നിൻ്റെയും പല്ലില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഫുഡല്ല. ഞാനൊരു ആശ്രമത്തിൽ, ഒരു വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഒരു ആശ്രമത്തിൽ, അതായത് വെസ്റ്റേൺ കൺട്രീസാണ് അവർ കിച്ചൺ നടത്തുന്നത്. അവർ മുഴുവൻ പ്രോസസ്ഡ് ഫുഡ്, ചീസ്, ബാക്കിയുള്ള സാധനങ്ങളാണ്. ഇവിടെ വളരുന്ന ഒരു നായുടെയും പല്ലില്ല. കാരണം ഈ സാധനങ്ങളെല്ലാം കഴിച്ച് എൻ്റെ പല്ല് മുഴുവൻ പോയിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്രോസസ്സറായിട്ടുള്ള ഈ ഫുഡുകൾ മുഴുവൻ പല്ലിന് ഏറ്റവും കൂടുതൽ ഹാനികരമാണ്. കാരണം അവിടെ ബ്രെഡ്, പിസ്സ അങ്ങനത്തുള്ള സാധനം, പിന്നെ പഞ്ചസാര അങ്ങനത്തുള്ള സാധനം, പിന്നെ മിൽക്ക് പ്രോഡക്റ്റ് ഇങ്ങനത്തുള്ള സാധനമാണ് ആ പട്ടിക്ക് കൊടുക്കുന്ന. പട്ടിയുടെ ഒന്നും പല്ലില്ല. അതേപോലെ തന്നെ ഇതേ കാര്യത്തിലുള്ള തിന്നുന്ന കുരങ്ങന്മാരെയും കണ്ടിട്ടുണ്ട്, അതിനും പല്ലില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത്, നമ്മൾ കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ അതിന് കൊടുക്കാൻ പാടുള്ളൂ. ചോറ്, നമ്മൾ കഴിക്കുന്ന ചോറല്ലേ, ആ ചോറ് മാത്രമേ അതിന് കൊടുക്കുക. ചപ്പാത്തി അതിന് കൊടുക്കുക. നമ്മൾ ഏതൊക്കെ കഴിക്കുന്നു നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആ സാധനം മാത്രം ഫുഡ് കൊടുക്കുക. ഒരു കാരണവശാലും അതിന് ഈ രീതിയിലുള്ള പ്രോസസ്ഡ് ഫുഡ് കൊടുത്ത് അതിൻ്റെ ജീവിതം ഉണ്ടാക്കരുത്.
എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ സയൻസ് എല്ലാം നോക്കിയിട്ടാണ് വരുന്നത്, സയൻസിന് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 6000 മരുന്നുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അലോപ്പതി മരുന്നുകൾ 6000 എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടല്ലേ വന്നത്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് വന്ന് ഈ 6000 മരുന്നുകൾ കുറച്ച് വർഷം കഴിഞ്ഞാൽ നിരോധിച്ചു എന്ന് പറഞ്ഞ വാർത്തയും വന്നു. അപ്പോൾ എന്തായി? ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? ഇത്രയും ഇത് വന്നു. ഒരു സാധനം എന്നിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും എത്രയോ ആൾക്കാരുടെ കാര്യം പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇടയ്ക്ക് പനികൾ വന്നു കഴിഞ്ഞാൽ പ്ലാസ്മ തെറാപ്പി എല്ലാവരും വേണമെന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്നു. പിന്നീട് പറഞ്ഞു അത് ഏറ്റവും വലിയ തെറ്റാണ്. ആദ്യം പറഞ്ഞ് എല്ലാവരെയും പോകുന്ന ആ മിസ്റ്റ് ചേമ്പർ, ആ കെമിക്കൽ ചേമ്പർ കൂടെ നടത്താമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് അത് ഏറ്റവും ദോഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ പട്ടിണി വളർത്തുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണം അതിന് കൊടുക്കുക. രണ്ടാമത്, അതിനെ തുറന്നു വിടുക. അതിന് ഒരു കാരണവശാലും അടച്ചിടരുത്. പാവത്തിന് അതിനെ ഒരു ജന്മമേ ഉള്ളൂ. അതിൻ്റെ ജന്മം നമ്മളായിട്ട് അതിനെ, അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നിയമവും വിചാരണയും ഇല്ലാതെ തടവിലിടുന്ന ഒരേ ഒരു ജന്തുവാണ് ഈ സാധനം. അതിന് ജഡ്ജിയില്ല, കോടതിയില്ല. അത് തടവിലിട്ട് കഴിഞ്ഞാൽ ആരും പറയാനില്ല. ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നായ്ക്കളെന്നാണ് പറയുന്നത്. കാരണം കുറ്റം ചെയ്യാതെ തടവിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവർ. അതിന് ഭക്ഷണം കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതം എന്താ? അപ്പോൾ ഈ സാധനം പീഡിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന ഒരു ജീവിതമാണോ ഇതാണോ നമ്മളോട് കാണിച്ച സ്നേഹത്തിന് ഇതാണോ നമ്മൾ പ്രതിഫലം കൊടുക്കുന്നത്? ഒന്ന് ആലോചിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പശുക്കളുടെയും ബാക്കിയുള്ള പശുക്കളെ സ്നേഹിക്കുന്നു, ഞാൻ അതിനെ സ്നേഹിക്കുന്നു, എല്ലാവരെയും വളർത്തുന്നു, പാല് മുഴുവൻ കറന്നെടുത്ത് നമ്മുടെ ജീവിതം മുഴുവൻ നന്നായി, അവസാനം പാല് നിന്ന് കഴിഞ്ഞാൽ പശുവിനെ എടുത്തിട്ട് കശാപ്പിന് കൊടുക്കുന്നു. എന്തോന്ന് സ്നേഹം? ഏത് സ്നേഹം? ഏതാണ് മൃഗത്തിനോടുള്ള സ്നേഹം ഉണ്ടായത്? കോഴിനെ വളർത്തുന്നു, ഭംഗിയായിട്ട് വളർത്തുന്നു, അവസാനം ചാപ്പിട്ട് അതിനെ തിന്നുന്നു. എന്തോ അതിനോടുള്ള സ്നേഹം? പന്നിനെ വളർത്തുന്നു, അവസാനം അതിനെ കൊന്നു. എന്തോ സ്നേഹം? എന്ത് മൃഗസ്നേഹം? മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറയുന്നത് എന്ത് സംരക്ഷണമാണ് ഇവിടെ ചെയ്യുന്നത്? കുറേ പശുക്കളിനെയും ബാക്കിയുള്ളതിനെയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വളർത്തുന്നത് എങ്ങനെയാണ്, അതിനെ കൊന്നു തിന്നാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണോ മൃഗസംരക്ഷണം? അതിന് വേറെ വല്ല പേരും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് സുഹൃത്തുക്കളെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. നായിനെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ആ നായയുടെ സ്ഥാനത്താണെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു നമ്മൾ സ്വയം ഒന്ന് ഓർത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും കാതും തുറക്കും. അപ്പോൾ നമുക്ക് നായിനെ കറക്റ്റായിട്ട് ഏത് രീതിയിലാണ് വളർത്തേണ്ടതെന്ന് മനസ്സിലാവും. അല്ലായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ധരായിട്ട് ഒരു ജീവിയുടെ ജീവിതത്തിനെ കൂടിയിട്ട് കളയരുത്. ആ നായയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നമ്മൾ യോഗ്യരല്ല. ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ കണ്ണ് തുറക്കാത്തവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.